ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്റ്റ് സെമ്മായ ഹിസ്റ്ററിയിലെ മേജർ സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ടിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് കേരളം ലാൻഡ്സ്കേപ്പ് ആൻഡ് എൻവയോൺമെൻറ്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ ശാസ്ത്രത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെയിം ടു മേജർ റിവേഴ്സ് ഇൻ കേരള. അതായത് കേരളത്തിലെ രണ്ട് പ്രധാന നദികളുടെ പേര് എഴുതാനാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈമറി ടൈപ്പ് ഓഫ് സോയിൽ ഫൗണ്ട് ഇൻ കേരളം. അതായത് കേരളത്തിൽ കാണപ്പെടുന്ന പ്രാഥമിക തരം മണ്ണ് ഏതാണ്? പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ പ്രശസ്തമായ ഏതെങ്കിലും രണ്ട് ബീച്ചുകൾ എഴുതാനാണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ കാലാവസ്ഥയും മൺസൂണിൻ്റെ പങ്ക് എന്താണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ചെയ്തത് ഒന്നാമത്തെ മൊഡ്യൂളിൽ. ഇനി നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളും അവയുടെ പ്രാധാന്യം വിവരിക്കാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തെ കായലുകളുടെ പേരിൽ പ്രശസ്തമാകുന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വിശദീകരിക്കാനാണ്. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും കാർഷിക മേഖലയിലും ചെലുത്തുന്ന സ്വാധീനം എന്താണ്? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ തരങ്ങളും അവ കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് ചർച്ച ചെയ്യാനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറഞ്ഞത് രണ്ട് വന്യജീവി സങ്കേതങ്ങളെങ്കിലും കേരളത്തിലെ സസ്യജന്തുജാലങ്ങളെ വിശദീകരിക്കാനാണ്. ഇനി നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ടം നദികൾ, കായലുകൾ, ബീച്ചുകൾ എന്നിവ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചർച്ച ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രത്യേകിച്ച് മൺസൂൺ കൃഷിയും അപ്പോൾ ദൈനംദിന ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യാൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെ സംരക്ഷണത്തിൽ വഹിക്കുന്ന പങ്ക് വിശദീകരിച്ചുകൊണ്ട് കേരളത്തിലെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ തരങ്ങളും സംസ്ഥാനത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അവയുടെ പ്രാധാന്യം വിശദീകരിക്കാനാണ്. പിന്നെ അതിൽ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിവർ ആൻഡ് ബാക്ക് വാട്ടേഴ്സ് ഇൻ ദ കേരളം കൾച്ചർ. അതായത് കേരളത്തിൻ്റെ സംസ്കാരം, സമ്പദ് വ്യവസ്ഥ, ടൂറിസം, വ്യവസായം എന്നിവയിൽ നദികളുടെയും കായലുകളുടെയും പ്രാധാന്യം ചർച്ച ചെയ്യാനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളായ കേരളം അപ് ടു ദ ഐറൺ അതായത് ഇരുമ്പ് യുഗത്തിലേക്കുള്ള യൂണിറ്റിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാലിയോലിത്തിക് കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിയോലിത്തിക് ആളുകൾ ഉപയോഗിക്കുന്ന പ്രാഥമിക ഉപകരണ തരങ്ങൾ ഏതാണെന്ന് പേര് എഴുതാനാണ്. പിന്നെ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിൽ മെസോലിത്തിക് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിയോലിത്തിക് വിപ്ലവം എന്ന പദവും ആദ്യകാല മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ അതിൻ്റെ സ്വാധീനവും അപ്പോൾ നിർവചിക്കാനാണ്, ഡിഫൈൻ ചെയ്താനാണ്. പിന്നെ എടക്കൽ റോക്ക് ഷെൽട്ടർ എവിടെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാനാണ്. പിന്നെ മറയൂരിലെ പാറമടകളുടെ പ്രാധാന്യം എന്താണ്? പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ തേന്മലയിൽ റോക്ക് ഷെൽട്ടർ സൈറ്റിൻ്റെ ഒരു പ്രധാന സവിശേഷത അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എഴുതാനാണ്. പിന്നെ അതിൽ തന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എന്താണ് ഒരു മെഗാലിത്തിക്, അവ സാധാരണയായി ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നതാണ്. പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് മെഗാലിത്തിക് സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രേവ് ഗുഡ്സ് എന്ന പദം നിർവചിക്കുക. വിവിധ തരത്തിലുള്ള മെഗാലിത്തിക് ശ്മശാനങ്ങൾ ഘടനകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാനാണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ആരാണ് ജെ ബാബിൻസൺ മെഗാലിത്തിക് പുരാവസ്തു ഗവേഷണത്തിന് അദ്ദേഹം നൽകിയ സംഭാവന എന്താണ്? പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പോർക്കുളം മെഗാലിത്തിക് സൈറ്റ് എവിടെയാണ്, അവിടെ കണ്ടെത്തിയ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പട്ടികയിൽ നിന്ന് മങ്ങാട് അപ്പോൾ ഇമ്മിച്ചിപ്പൊയിൽ പിന്നെ അണക്കര ഒരു പ്രധാന ഉത്ഖനന സ്ഥലത്തിൻ്റെ പേര് നൽകുകയും അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയും ചെയ്യുക. പിന്നെ അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുരാതന സമൂഹങ്ങളുടെ മതവിശ്വാസങ്ങളെക്കുറിച്ച് മെഗാലിത്തിക് ശ്മശാനങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ചുരുക്കി എഴുതാം. 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്.
പിന്നെ അതിൽ 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെഗാലിത്തിക് സമൂഹങ്ങളുടെ കേന്ദ്രമായിരുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പേര് എഴുതാനാണ്. ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് റോൾ ഡിഡ് മെഗാലിത്തിക് ടോംസ് പ്ലേ ഇൻ ദ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദ പ്രീ ഹിസ്റ്റോറിക് സൊസൈറ്റീസ്. അതായത് ചരിത്രാതീത സമൂഹങ്ങളുടെ സാമൂഹിക സംഘടനയിൽ മെഗാലിത്തിക് ശവകുടീരങ്ങളിൽ വഹിച്ച പങ്ക് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാലിയോലിത്തിക് കാലഘട്ടത്തിൽ നിന്ന് മധ്യശിലായുഗ കാലത്തിലേക്കുള്ള മാറ്റം ജീവിതശൈലിയും സാങ്കേതിക വിദ്യയും സംബന്ധിച്ച് വിശദീകരിക്കാനാണ്. 2-ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല കൃഷിയുടെയും കുടിയേറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനാണ്. പിന്നെ അതിൽ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എടക്കൽ റോക്ക് ഷെൽട്ടറിൻ്റെയും അതിൻ്റെ പെട്രോഗ്രീഫുകളുടെയും പുരാവസ്തു പ്രധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. പിന്നെ അതിൽ 4-ാമത്തെ ക്വസ്റ്റ്യൻ ചരിത്രാതീത കാലത്തെ കലയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് മറയൂരിലെ ശിലാപാളികൾ എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതാണ്. പിന്നെ അതിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തേന്മല പാറ സംരക്ഷണ കേന്ദ്രത്തിലെ കണ്ടെത്തലുകളും ആദ്യകാല മനുഷ്യവാസം മനസ്സിലാക്കുന്നതിലെ അവയുടെ പ്രാധാന്യവും വിശദീകരിക്കാനാണ്. പിന്നെ 6-ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന മെഗാലിത്തിക് ശ്മശാന ഘടകങ്ങളുടെ ടൈപ്പോളജി വിശദീകരിക്കാനാണ്. പിന്നെ അതിൽ 7-ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് പോർക്കളം ഉത്ഖനന സ്ഥലത്തിൻ്റെ പുരാവസ്തു പ്രാധാന്യം വിശദീകരിക്കാൻ. പിന്നെ 8-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉമ്മച്ചിപ്പോയിൽ മെഗാലിത്തിക് ഖനനയിൽ നിന്നുള്ള പ്രധാന കണ്ടെത്തലുകൾ എന്തായിരുന്നു, ആ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ചുള്ള അവ നമ്മളോട് എന്താണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് 3 മാർക്കിന് വരാനും ചാൻസ് ഉണ്ട്, അതേപോലെ 5 മാർക്കിന് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ 9-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെഗാലിത്തിക് ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട മതവിശ്വാസങ്ങളും ആദ്യകാല സമൂഹത്തിലെ അവയുടെ പ്രാധാന്യവും ചർച്ച ചെയ്യാൻ. ഇനി 2-ാമത്തെ മൊഡ്യൂളിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ പാലിയോലിത്തിക് മുതൽ നിയോലിത്തിക് കാലഘട്ടം വരെയുള്ള മനുഷ്യവാസങ്ങളുടെ പരിണാമം, ജീവിതശൈലി, ഉപകരണങ്ങൾ, സമൂഹം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ്ട് അത് വിശദീകരിച്ചാണ്ട് എഴുതാനാണ്. ഓരോ കാലഘട്ടത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതാൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് ചിലപ്പോൾ എന്തായാലും എക്സാമിന് ചാൻസ് ആണ് ചോദിക്കാൻ. 2-ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ നിയോലിത്തിക് കാലഘട്ടത്തിൽ സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തിയതിൻ്റെ പങ്ക് വിശകലനം ചെയ്യാൻ. പിന്നെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദക്ഷിണേന്ത്യയിലെ ചരിത്രാതീത സമൂഹങ്ങളുടെ ജീവിത രീതിയും വിശ്വാസ സമ്പ്രദായങ്ങളും മനസ്സിലാക്കുന്നതിൽ എടക്കൽ, മറയൂർ, തേന്മല തുടങ്ങിയ പാറമടകളുടെ പങ്ക് വിശദീകരിക്കാനാണ്. ഇനി 4-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ മെഗാലിത്തിക് ഘടനയുടെ ടൈപ്പോളജിയും അവയുടെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം വിശകലനം ചെയ്യാനാണ്. പിന്നെ അതിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെഗാലിത്തിക് സമൂഹങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും ആത്മീയവുമായ വശങ്ങൾ മനസ്സിലാക്കുന്നതിൽ വലിയ വസ്തുക്കളുടെ പങ്ക് ചർച്ച ചെയ്യാനാണ്. പിന്നെ 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുരാതന സമൂഹങ്ങളുടെ സാമൂഹികവും മതപരവുമായ ആചാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ മങ്ങാട്, അണക്കര, പോർക്കുളം തുടങ്ങിയ പ്രധാന മഹാശിലയുടെ ഉത്ഖനനയുടെ സംഭാവന വിശദീകരിക്കാനാണ്. പിന്നെ 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉമ്മച്ചിപ്പോയിൽ, അണക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളും മെഗാലിത്തിക് ശ്മശാന രീതികളും അക്കാലത്തെ സാമൂഹിക ഘടനയും അവ മനസ്സിലാക്കുന്നതിനുള്ള അവയുടെ പ്രത്യാഘാതങ്ങളും വിശകലനം ചെയ്യാനാണ്. പിന്നെ അതിൽ 8-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെഗാലിത്തിക് ജനതയുടെ വിശ്വാസ സമ്പ്രദായങ്ങളെയും സാമൂഹിക ശ്രേണികളെയും മനസ്സിലാക്കുന്നതിൽ മെഗാലിത്തിക് ശ്മശാനങ്ങളുടെയും ശവങ്ങളുടെയും പങ്ക് ചർച്ച ചെയ്യാനാണ്. ഇനി 3-ാമത്തെ മൊഡ്യൂളാണ് കേരളം ഡ്യൂറിങ് ഇയർലി ഹിസ്റ്റോറിക്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യകാല തമിഴ് സാഹിത്യത്തിൽ അനനാനൂരിൻ്റെ പ്രാധാന്യം എന്താണ്? 2-ാമത്തെ ക്വസ്റ്റ്യൻ പുറനാനൂറിൽ കാണുന്ന 2 പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. പിന്നെ 3-ാമത്തെ ക്വസ്റ്റ്യൻ പതിട്ടുപാട്ടിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? പിന്നെ 4-ാമത്തെ ക്വസ്റ്റ്യൻ തമിഴ് സാഹിത്യത്തിലെ തിണൈ എന്ന ആശയം എന്താണ്? പിന്നെ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴ് സാഹിത്യത്തിലെ 5 തിണൈകൾ പട്ടികപ്പെടുത്തുകയും ഓരോന്നും ഹ്രസ്വമായി വിശദീകരിക്കാനുമാണ്.
പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴ് വ്യാപാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിക്ക് ഗ്രീക്ക് റോമൻ അപ്പോൾ എഴുത്തുകൾ എങ്ങനെ സംഭാവന ചെയ്യുന്നു. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ തമിഴ് പ്രദേശത്തെ പരാമർശിക്കുന്ന ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ എഴുത്തുകാരനെ പരാമർശിക്കാനാണ്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴ് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടണം ഉത്ഖനന സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ വീഞ്ഞം ഉത്ഖനനത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആരാണ് മൂവന്തർ ആദ്യകാല തമിഴ് രാഷ്ട്രത്തിൽ അവർ എന്ത് പങ്കാണ് വഹിച്ചത്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യകാല തമിഴ് സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറുനില മാന്നാർ എന്നതിൻ്റെ അർത്ഥമെന്താണ്. ഇനി 3ാമത്തെ മൊഡ്യൂൾ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ അകനാനൂരിലെ പ്രണയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പ്രധാന തീമുകൾ ചർച്ച ചെയ്യാൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴ് സമൂഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനനാനൂരിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴ് സംസ്കാരം മനസ്സിലാക്കുന്നതിൽ പാട്ടുപാട്ടിൻ്റെ സാഹിത്യ പ്രാധാന്യം വിശദീകരിക്കാനാണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴകത്തിൻ്റെ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യത്തെ തീനൈ എന്ന ആശയം എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വിശദീകരിക്കാനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യരും അവരുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടായി ഡീനൈസ് അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. 6ഉം 7ഉം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അറിയാതെ ഇതിൽ ആഡ് ചെയ്താണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ പട്ടണം ഉത്ഖനനത്തിൻ്റെ കണ്ടെത്തലുകളും ആദ്യകാല തമിഴ് വ്യാപാരത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ അവ ചെലുത്തുന്ന സ്വാധീനം വിശദീകരിക്കാനാണ്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴകത്തിൻ്റെ സമുദ്ര പ്രവർത്തനത്തെക്കുറിച്ച് വീഞ്ഞം ഉത്ഖനനം നമ്മോട് എന്താണ് പറയുന്നത് എന്നതാണ്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ തമിഴ് സംഘ സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അകനാനൂരിന് പുറനാനൂറ് പാട്ട് അപ്പോൾ എന്നിവയുടെ സാഹിത്യ സവിശേഷവും പ്രമേയ ഘടകങ്ങളും വിശകലനം ചെയ്യാനാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രീക്ക് റോമൻ സഞ്ചാരികളുടെ രചനകളെ അടിസ്ഥാനമാക്കി ആദ്യകാല തമിഴ് സമൂഹത്തിൽ വിദേശ വ്യാപാരത്തിന് സാംസ്കാരികവും സാമ്പത്തികവുമായ സ്വാധീനം ചർച്ച ചെയ്യാനാണ്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല തമിഴകത്തിൻ്റെ സമുദ്ര ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് വീഞ്ഞം ഉത്ഖനനത്തിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്യാനാണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രീക്ക് റോമൻ സഞ്ചാരികളുടെ രചനകളെ അടിസ്ഥാനമാക്കി ആദ്യകാല തമിഴ് സമൂഹത്തിൽ വിദേശ വ്യാപാരത്തിൻ്റെ സംസ്കാരവും സാമ്പത്തികവുമായ സ്വാധീനം ചർച്ച ചെയ്യാനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ മൂവേന്തരുടെ രാഷ്ട്രീയ വ്യവസ്ഥയും തമിഴകത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ അവയുടെ പ്രാധാന്യവും വിശകലനം ചെയ്യാനാണ്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യകാല തമിഴ് രാഷ്ട്രീയത്തിൽ കുറുനില മാന്നാറിൻ്റെ പങ്കും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുക. ഈ ആശയം എങ്ങനെയാണ് ഭരണത്തെയും നേതൃത്വത്തെയും കുറിച്ചുള്ള തമിഴ് സങ്കല്പങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നും വിശദീകരിച്ച് എഴുതാനാണ്. ഇതൊക്കെ അപ്പോൾ 1.5 പേജ് കവിയാതെ എന്തായാലും എഴുതാൻ വേണ്ടി നോക്കേണ്ടതാണ്. ഇനി 4ാമത്തെ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ തിരുവല്ല ചെമ്പ് തകിടുകളുടെ പ്രാധാന്യം എന്താണ്. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ പുരാതന കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട് എന്ന പദത്തെ നിർവചിക്കാനാണ്. അപ്പോൾ ഡിഫൈൻ ദ ടേം നാടു ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ ആക്സെൻറ്റ് കേരളാസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ ചേരമാൻ പറമ്പ് എന്ന പുരാവസ്തു സ്ഥലം എവിടെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് പുരാതന കേരള സമൂഹത്തിൽ വളാഞ്ചിയാർ വഹിച്ച പങ്ക് വിശദീകരിക്കാനാണ്. അതാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ വളാഞ്ചിയാർ ഇൻ ദ ആൻഷ്യന്റ് കേരളൻ സൊസൈറ്റി. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിൽ തരിസാപ്പു പള്ളി ചെമ്പ് ഫലങ്ങളിൽ നൽകിയ സംഭാവന എന്തൊക്കെയാണ്. അതായത് വാട്ട് വെർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ തെരീസപ്പള്ളി കോപ്പർ പ്ലേസ് ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കേരളം ഹിസ്റ്ററി. അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് വരുന്നത് മൂഷിക വംശകാവ്യത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ് എന്നതാണ്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് വരുന്നത് 2ാം ചേര കാലഘട്ടത്തിലെ കേരളത്തിലെ ക്ഷേത്ര വാസ്തുവിദ്യയുടെ പ്രധാന സവിശേഷതകൾ അപ്പോൾ ചർച്ച ചെയ്യാനാണ്.
പിന്നെ അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് വരുന്നത് പ്രാചീന കേരളത്തിൽ ബ്രാഹ്മസ്യ സമ്പ്രദായത്തിന് കീഴിൽ ഭൂമിയുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചത് എന്നതാണ്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രാഹ്മണ്യ ഭക്തി പാരമ്പര്യങ്ങളിൽ ശിവനും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ വ്യാപാര ശൃംഖലകളിൽ മണിഗ്രാമം പോലുള്ള സംഘങ്ങളുടെ പങ്ക് വിശദീകരിക്കാൻ. ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ വാഴപ്പള്ളി ചെമ്പ് ഫലങ്ങളുടെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ്. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ 2ാം ചേര കാലത്ത് കേരളത്തിലെ ഭരണ സംവിധാനത്തിന് നാട് രൂപീകരണ സംവിധാനം ചെയ്തത് എങ്ങനെ വിശദീകരിക്കാനാണ്. ഭൂമിയുടെ അവകാശങ്ങളിൽ ചേരിക്കലിൻ്റെ പങ്കും കേരളത്തിലെ ബ്രാഹ്മസ്യം സമ്പ്രദായവുമായുള്ള ബന്ധവും വിശകലനം ചെയ്യാനാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോലത്തുനാട് ഏറനാട് വേണാട് എന്നിവയുടെ സാംസ്കാരിക ചരിത്രം മനസ്സിലാക്കുന്നതിൽ മൂഷിക വംശ കാവ്യത്തിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്യാനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ മതപരമായ ആചാരങ്ങൾ രൂപപ്പെടുന്നതിൽ ക്ഷേത്രത്തിൻ്റെയും ബ്രാഹ്മണ്യ ഭക്തി സമ്പ്രദായങ്ങളുടെ പങ്ക് വിശകലനം ചെയ്യാനാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചുമണ്ണം മണിഗ്രാമം തുടങ്ങിയ വ്യാപാര സംഘങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ എങ്ങനെ സ്വാധീനിച്ചു. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മതിലകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ക്ഷേത്ര വാസ്തു വിദ്യയുടെ പ്രാധാന്യം സവിശേഷതകൾ വിവരിക്കാനാണ്. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2ാം ചേര രാഷ്ട്രത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്. പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ സംഭാവന ചർച്ച ചെയ്യാനാണ്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ക്ഷേത്ര വാസ്തു വിദ്യയുടെ പരിണാമം മനസ്സിലാക്കുന്നതിന് ചേരൻപറമ്പ് മതിലകം എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തു തെളിവുകൾ വിശകലനം ചെയ്യാനാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വളഞ്ചിയാറ് അഞ്ചുമണം മണിഗ്രാമം തുടങ്ങിയ കേരളത്തിലെ വിവിധ വ്യാപാര സംഘങ്ങൾ തമ്മിലുള്ള ബന്ധവും മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ വ്യാപാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും അവ ചെലുത്തുന്ന സ്വാധീനവും പരിശോധിക്കാനാണ്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് കേരളത്തിലെ നാട് സംവിധാനത്തിൻ്റെ രൂപീകരണവും ഭരണപരമായ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുക. 2ാം ചേര കാലഘട്ടത്തിലെ ഭൂമിയുടെ അവകാശങ്ങൾ, പ്രാദേശിക ഭരണം, സാമൂഹിക ശ്രേണി എന്നിവ എങ്ങനെ രൂപപ്പെടുത്തി. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോലത്തുനാട് ഏറനാട് വേണാട് എന്നിവയുടെ രാഷ്ട്രീയവും സംസ്കാരവും മനസ്സിലാക്കുന്നതിൽ മുഷ്ടിക വംശകാവ്യത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വിശദീകരിക്കാനാണ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ മത ജീവിതത്തിൽ ക്ഷേത്രത്തിൻ്റെയും ബ്രാഹ്മണ്യ ഭക്തി പാരമ്പര്യത്തിൻ്റെയും പങ്ക് വിലയിരുത്താനാണ്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുരാതന കേരളത്തിലെ ഭൂമഠത്തിലും ക്ഷേത്ര ഭരണത്തിലും ബ്രാഹ്മസ്യ ദേവസ്വം സമ്പ്രദായങ്ങൾ ചെലുത്തുന്ന സ്വാധീനം ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു മേജർ ആയിക്കാണ്ടില്ല ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻസ് ആയിക്കാണ്ട് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്.